നമുക്കൊക്കെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കഥാഗോളമുണ്ട്. അതാണ് വാമനാവതാരം. നമ്മളൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്ന ഒന്നാണ് ഇത്. ഓണത്തിന് ആരെയാണ് വരവേൽക്കുന്നത് എന്നുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? ഓണത്തിന് ആരെയാ വരവേൽക്കുന്നത്? മഹാബലി. ഇവിടെയാണ് നമുക്ക് പറ്റിയ അബദ്ധം. മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാ മഹാബലിയെ കേരളത്തിൽ വരവേൽക്കുന്നത്? മഹാബലിയും കേരളവുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഒന്നുമില്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവം? മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണെന്നറിയാമോ? ഇല്ല. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. പ്രഹ്ലാദന്റെ പൗത്രനാണ് അദ്ദേഹം. ഭഗവാന്റെ പരമഭക്തനായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആസുരീ ഭാവം കുറച്ച് കൂടിക്കഴിഞ്ഞപ്പോ അദ്ദേഹം ത്രൈലോക്യങ്ങളും മടക്കിവാണ്. അപ്പൊ അതിഥി ദേവിക്ക് സങ്കടമുണ്ടായി. തന്റെ പുത്രൻ ദേവസഭയിൽ നിന്ന് നിഷ്കാസിതനായപ്പോ, ഒരു പുത്രന്റെ അധപ്പതനം ഉണ്ടായാൽ ഏതൊരു വിധത്തിലാണ് ഒരു മാതാവിന് സങ്കടമുണ്ടാവുന്നത്, അതേപോലെ അതിഥി മാതാവിനും ആ ഒരു സങ്കടമുണ്ടായി. അങ്ങനെ കശ്യപ ഋഷിയോട് തന്റെ സങ്കടം ഉണർത്തിച്ചു. ഈ ഇന്ദ്രസേനനെ വെല്ലാൻ കഴിയുന്ന ഒരു പുത്രൻ, അതോടൊപ്പം തന്റെ പുത്രനായിരിക്കുന്ന ഇന്ദ്രന് ആ ദേവലോകം തിരിച്ചു കിട്ടുകയും വേണം. അതിനുവേണ്ടി എന്തെങ്കിലും ഉപാധി വേണം. അതിന് തക്കതായ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം അതിഗംഭീരമായ ഒരു വ്രതത്തെ അനുഷ്ഠിക്കാൻ പറഞ്ഞു. ഒരു വ്യാഴവട്ടക്കാലത്തോളം ആ വ്രതം അനുഷ്ഠിച്ചു. പയോവ്രതം 4 മാത്രമേ കഴിക്കാവൂ. അത് ഒരു നേരം ആയതുകൊണ്ട് 3-5 ലിറ്റർ കുടിക്കാം എന്ന് വിചാരിക്കണ്ട. ഒരു തുടം പാല് ഒരു നേരം. അതേപോലെ പകല് ചെയ്തതാണ് വാമനൻ. ഈ അവസരത്തിലാണ് നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ദ്രസേനൻ ഒരു മഹായിട്ട് തോന്നി. എല്ലാവരും ചെന്ന് വണങ്ങി. അങ്ങനെ പലരും പറഞ്ഞു കേട്ട് അറിഞ്ഞ് ഇന്ദ്രസേനനും അറിഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു ബാലൻ അവിടെ വന്നിട്ടുണ്ട് എന്ന്. അതി തേജസ്വിയാണെന്ന് കേട്ടപ്പോ അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് തോന്നിയിട്ട് മഹാബലി ആ ബ്രാഹ്മണ ബാലനെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ട് ബ്രാഹ്മണകുമാരൻ അവിടെ എത്തി. അപ്പൊ യാഗം നടക്കുമ്പോൾ ദാനം ചെയ്യുന്നതൊരു നിബന്ധനയുണ്ട്. അവിടെ വരുന്ന ആളിന് ദാനം ചെയ്യണം. അപ്പൊ എന്ത് ചോദിക്കണോ അത് കൊടുക്കണം. ഇങ്ങനെ ചോദിച്ചു, അങ്ങ് എന്താണ് ഇവിടേക്ക് എഴുന്നള്ളാനുണ്ടായ കാരണം? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ത്രൈലോക്യാധിപതിയായ ഇന്ദ്രസേനനാണ്, എന്തും തരാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന ഒരു വാക്ക് വാമനമൂർത്തിയോട് ഇന്ദ്രസേനൻ പറഞ്ഞു. വാമനമൂർത്തി പറഞ്ഞു, ഹേ ഇന്ദ്രസേന, എനിക്ക് 3 അടി മണ്ണ് മതി. ആ 3 അടി മണ്ണിൽ ഞാൻ തൃപ്തനായിക്കൊള്ളാം. എന്തിനായി 3 അടി മണ്ണ്? എനിക്ക് സ്വസ്ഥമായിട്ടിരുന്നൊന്ന് ജപിക്കണം, അത്രേ വേണ്ടൂ. അല്ലാതെ വേറൊന്നും എനിക്ക് ആവശ്യമില്ല.
ഹൈ കഷ്ടം, ത്രൈലോക്യാധിപതിയായിരിക്കുന്ന എന്നോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണോ ഈ 3 അടി മണ്ണ്? 3 രാജ്യം തന്നെ അങ്ങേക്ക് തന്നേക്കാൻ ഞാൻ. ഇനി അങ്ങേക്ക് ദാസിമാര് വേണോ, ദാസന്മാര് വേണോ, ആരെയാ വേണ്ടേ, പരിചാരകരെ വേണോ, എന്ത് വേണം ചോദിച്ചോളൂ. വാമനമൂർത്തി പറഞ്ഞു, ഞാൻ ഈ ചോദിച്ചത് മാത്രം മതി, 3 അടി മണ്ണ്. കാരണം 3 അടി മണ്ണിൽ തൃപ്തനാവാത്തവന് ത്രൈലോക്യങ്ങൾ കിട്ടിയാലും തൃപ്തിയാവില്ല. നമുക്ക് വലിയൊരു സന്ദേശമാണ്. നമുക്കൊക്കെ എത്ര കിട്ടിയാലും എന്തില്ല, എന്തില്ല, തൃപ്തിയില്ല. ഉണ്ടോ? 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ എന്താ പറയും? 12ന്റെ എടുക്കേണ്ടതായിരുന്നു, എന്നിട്ട് ഇപ്പൊ എല്ലാം കിട്ടിയേ ഇല്ലേ? നമുക്ക് എത്ര ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ നമ്മൾ നേടിയാലും അതിലൊന്നും തൃപ്തി അടയാത്തവനാണ് മനുഷ്യൻ. മനുഷ്യൻ എത്ര കിട്ടിയാലും തൃപ്തമാവില്ല. ചിലർ പറയാറുണ്ട്, തൃപ്തിയോടുകൂടി മതി എന്ന് പറയുന്നത് ഒരു സാധനമേ ഉള്ളൂ, അത് അന്നമാണ്. അത് കഴിച്ചു കഴിയുമ്പോൾ തൃപ്തമാവുന്നു. തൃപ്തമാവുമോ? ആവുമെന്ന് തോന്നുന്നുണ്ടോ? വയറ് നിറയുമ്പോ ഒരു തൃപ്തിയായി, ഇപ്പൊ മതി എന്ന് തോന്നും ഇല്ലേ? അങ്ങനല്ലേ പറയാറ്? മതി, ഇപ്പൊ മതി. ചില കഴിയുമ്പോഴോ വീണ്ടും വിശപ്പ് തുടങ്ങുമ്പോ എന്താ പറയും? ഓ, നല്ല അവിയലും തോരനും പായസം ഒക്കെ ആയിരുന്നു, എന്തോ ചെയ്യാനാ, വയറ് നിറഞ്ഞു, പിന്നെ കഴിക്കാൻ ഇടവില്ലാത്ത ആയതുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോന്ന. അപ്പൊ നമുക്ക് അവിടെ തൃപ്തി ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്നിനോടും നമുക്ക് യാതൊരുവിധ തൃപ്തിയുമില്ല. ജീവിതത്തിൽ ഒരു തൃപ്തിയും ഇല്ലാത്ത ഒരു ജീവി മനുഷ്യനാണ്. നീ നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കൂ, എന്തിലെങ്കിലും നമുക്ക് തൃപ്തി ഉണ്ടോ? ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഉണ്ടോ? ജീവിതത്തിൽ തൃപ്തി ഉണ്ടോ? നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി ഒരു തൃപ്തിയില്ല. എന്തോ പറയാനാ സ്വാമി, പെട്ടുപോയതാ. അതുകൊണ്ട് ഇങ്ങനെ എന്തോ ചെയ്യും, ഇനിയിപ്പൊ കളയാൻ പറ്റും, ഇത്രയൊക്കെ ആയില്ലയോ, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ ഒരു മാതിരി. ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തൃപ്തി എന്ന് പറയാനൊന്നുമില്ല. ഉണ്ടോ? ഭർത്താവിനോട് ഭാര്യക്ക് തൃപ്തിയില്ല. ഉണ്ടോ? ഇല്ല. ഭാര്യയോട് ഭർത്താവിന് തൃപ്തിയില്ല. അച്ഛനമ്മമാരോട് മക്കൾക്ക് തൃപ്തിയില്ല. മക്കളോട് അച്ഛനമ്മമാർക്ക് തൃപ്തിയില്ല. അങ്ങനെ ഒന്നിലും യാതൊരുവിധ തൃപ്തിയും ഇല്ലാതെ നമ്മൾ പറയണത് ഒരു ഇതിലങ്ങ് പോണം എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് പറയും എന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ നമ്മളൊരു പൊരുത്തപ്പെട്ടങ്ങ് പോവാം. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. ആണോ അല്ലയോ? ഒന്നിലും ഒരു തൃപ്തിയില്ലാത്ത ജീവിതം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, 3 അടി മണ്ണിൽ തൃപ്തിയാവാത്തവന് ത്രൈലോക്യങ്ങൾ കിട്ടിയാലും തൃപ്തമാവില്ല. അതുകൊണ്ട് ആ 3 അടി മണ്ണ്, അത് ഞാൻ എന്റെ കാല് കൊണ്ട് അളന്നെടുത്തോളാം. അങ്ങ് മീറ്റർ വെച്ചൊന്നും അളക്കണ്ട, എന്റെ കാല് കൊണ്ട് അളക്കുന്ന 3 അടി മണ്ണ് മതി. ഇന്ദ്രസേന ആവും വിധം പറഞ്ഞു, എന്ത് വേണേലും തരാം, ചോദിച്ചോ, അതിന് മടിയൊന്നും വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ 3 അടി മണ്ണിൽ തന്നെ ഉറച്ചു നിന്നു വാമനമൂർത്തി. അങ്ങനെ ആ 3 അടി മണ്ണ് കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തി ഇന്ദ്രസേനൻ. ശുക്രാചാര്യർ നോക്കിയപ്പോ ഇത് സാധാരണക്കാരനായ ഒരു ബാലനല്ല. അവന്റെ ആ വാക്കുകൾ കേട്ടിട്ട് എന്തൊക്കെയോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം തന്റെ ധ്യാനത്തില് കണ്ടറിഞ്ഞു. ഇത് സാക്ഷാൽ മഹാവിഷ്ണു ബ്രാഹ്മണ കുട്ടിയുടെ വേഷം ധരിച്ച് വന്നതാണ് എന്ന് മനസ്സിലാക്കിയ ശുക്രാൻ പറഞ്ഞു, ഹേ ഇന്ദ്രസേന, നിന്നെ ഈ എഗ്രിമെന്റിൽ ഒപ്പിടരുത്. എന്തായിട്ടാ കുഴപ്പം? നിന്റെ സർവസ്വവും നിനക്ക് നഷ്ടപ്പെടും. ഇത് മറ്റാരുമല്ല, സാക്ഷാൽ നാരായണനാണ് നിന്നെ ചതിക്കാനായിട്ട് എത്തിയതാണ്. നിനക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോവാൻ വന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഇതിനകത്ത് വാക്ക് കൊടുക്കരുതെന്ന്. അന്ന് എഗ്രിമെന്റ് എഴുത്തൊന്നുമില്ല. ദാനം കൊടുക്കാനുള്ളവൻ
ദാനം വാങ്ങാനുള്ളവന്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. കൈ നിറഞ്ഞൊഴുകുമ്പോ എഗ്രിമെന്റ് ആയി. പിന്നെ അവിടെ മാറ്റമൊന്നുമില്ല. ഉടനെ ഇന്ദ്രസേനൻ പറഞ്ഞങ്ങനെ നാരായണനാണ് എന്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് യാചിക്കണതെങ്കിൽ അതെന്റെ ശ്രേഷ്ഠത്വം തന്നെയാണ്. അല്ലേ? സാക്ഷാൽ നാരായണൻ വന്ന് യാചിക്കാൻ നിൽക്കാന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു അപ്പൊ കേമനാരാ? ആരുടെ മുമ്പിലാണോ യാചിക്കണത് അവനാണ് കേമൻ. അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഈ ദാനത്തെ കൊടുക്കും എന്ന് ഇന്ദ്രസേനൻ പറഞ്ഞു. അങ്ങനെ കമണ്ടലും എടുത്ത്, അല്ലെങ്കിൽ ആ പാത്രമുണ്ട്, നമ്മുടെ കിണ്ടി പോലിരിക്കും, പക്ഷെ അതിന് ചെറിയ വ്യത്യാസമുണ്ട്. എന്നിട്ട് അതിന് പിടിയൊക്കെ ഉണ്ട്. അതിൽ നിന്ന് വെള്ളം കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോ തന്റെ ശിഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ശുക്രാചാര്യർ ഒരു വണ്ടിന്റെ രൂപത്തില് ഈ പാത്രത്തിന്റെ വാലിനകത്ത് കയറുന്ന വെള്ളം പുറത്തേക്ക് വരാതിരിക്കാം. ഭഗവാന് മനസ്സിലായി ശുക്രാചാര്യർ ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോ ഒരു ദർഭ എടുത്തിട്ട് ഒറ്റ കുത്തു വെച്ചു. അത് കൊണ്ടത് ശുക്രാചാര്യരുടെ ഒരു കണ്ണില. അന്നു മുതലാണ് ശുക്രാചാര്യർ ഒറ്റക്കണ്ണനായത്. വേഗം ശുക്രാചാര്യർ ആ വേദന കൊണ്ട് ഒഴിഞ്ഞു മാറിയപ്പോ വെള്ളം ഒഴുകി വന്നു, കയ്യിൽ കൊടുത്തു. വാമനമൂർത്തി അതിനെ ഭംഗിയായി സ്വീകരിച്ചു. തന്റെ കാലുകൊണ്ട് 3 അടി അളക്കാനായിട്ട് തുനിഞ്ഞ ഭഗവാൻ ത്രൈലോക്യങ്ങളും കടന്ന് ബ്രഹ്മാണ്ടം നിറഞ്ഞു നിൽക്കുന്ന വാമനമൂർത്തിയായി സ്വരൂപനായിട്ട് ആ പരബ്രഹ്മ സ്വരൂപൻ തന്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ ഇന്ദ്രസേനന് കാട്ടിക്കൊടുത്തു. 2 അടി കൊണ്ട് എല്ലാ ലോകങ്ങളും അളന്നു മാറ്റി. 3-ാമത്തെ അടി അളക്കാനായിട്ട് ഇടമില്ലാതെ വന്നപ്പോ തന്റെ ഭക്തന്റെ സത്യത്തെ പാലിക്കേണ്ടത് തന്റെ കൂടി ധർമ്മമായതുകൊണ്ട് പറഞ്ഞു, ഹേ ഇന്ദ്രസേന, 3-ാമത്തെ അടി അളക്കാനുള്ള ഇടം നീ കാണിച്ചു തരണം. എല്ലാം ഞാൻ അടുത്തു കഴിഞ്ഞു. ഇനി 3-ാമത്തെ അടി വെച്ച് നിന്റെ സത്യത്തെ പാലിച്ചില്ലെങ്കിൽ നീ ഈ പ്രപഞ്ചത്തിന് മുമ്പിൽ, ഈ ലോകത്തിന് മുമ്പിൽ നീ സത്യലംഘനം ചെയ്തവനാവും. കൊണ്ട് എവിടെയാണ് എനിക്ക് 3-ാമത്തെ അടി വയ്ക്കാനുള്ള ഇടം എന്ന് ചോദിച്ചപ്പോ ഇന്ദ്രസേനൻ ആലോചിച്ചു, ഇനി എന്താണ് അടിയറവ് വയ്ക്കാനുള്ളത്? എല്ലാം അളന്നെടുത്തു. ഇനി അടയറവ് വയ്ക്കാനുള്ളത് ഒന്നേ ഉള്ളൂ, തന്റേതെന്ന് കരുതുന്ന ഈ ശരീരം. പരിപൂർണമായിട്ടും ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് വാമനമൂർത്തിയുടെ മുൻപിലേക്ക് ഇന്ദ്രസേനൻ തന്റെ ശിരസ് കുനിച്ച് തന്റെ ശിരസിലിരുന്ന ആ കിരീടം എടുത്ത് താഴെ വെച്ച് തന്റെ ശിരസ് കുനിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഹേ ഭഗവൻ, 3-ാമത്തെ അടിയുള്ളവന്റെ ശിരസിൽ വെച്ചാൽ സത്യത്തെ പാലിക്കണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. സത്യലംഘനം ചെയ്യുന്നവന് നരകമാണ് ഫലം എന്നാണ്. നമ്മളൊക്കെ ഇനി ഏതെല്ലാം നരകത്തിൽ പോയി കിടക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പറയുന്ന വാക്ക് സെക്കൻഡിനകത്ത് മാറ്റുന്നവരാണ് നമ്മൾ. ഓന്ത് പോലും നമ്മളെക്കാൾ ഭേദമാണ്. നമ്മൾ മാറുന്ന അത്രയും നിറം ആരും മാറുന്നില്ല, ഓന്ത് പോലും മാറില്ല. അതുപോലെ നമ്മൾ നിറമാറുന്നത്. അതുകൊണ്ട് ആ സത്യലംഘനം ഉണ്ടാവാതെ ഇരിക്കാൻ തന്റെ ശിരസ് മുനിച്ചു കൊടുത്തു. വേഗം തന്നെ ഭഗവാൻ തന്റെ തൃപ്പാദം എടുത്ത് വെച്ചുകൊണ്ട് ആ ഇന്ദ്രസേനന്റെ ശിരസിലേക്ക് തന്റെ തൃപ്പാദം എടുത്തു വെച്ച് അനുഗ്രഹിച്ച് തന്റെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദന്റെ പൗത്രനായിരിക്കുന്ന ആ ഇന്ദ്രസേനനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ ഇന്ദ്രസേന, നീ ഇപ്പോൾ ഇന്ദ്രനായിട്ടിരിക്കാൻ യോഗ്യനല്ല. ഓരോ സമയത്തും ഓരോരുത്തർക്കാണ് ഇന്ദ്രപട്ടം. എല്ലാ സമയത്തും ഒരാളല്ല. എല്ലാ ദേവേന്ദ്രന്മാരും മാറി മാറി വരും. നിനക്ക് അടുത്ത മന്വന്തരത്തില് ഇന്ദ്രനായിട്ടിരിക്കാനുള്ള അർഹതയുള്ളൂ. അർഹത ഇല്ലാത്തിടത്ത് നീ കയറിയിരുന്നു. അത് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. തന്നെയുമല്ല, നീ സർവത്തിനും അധിപതിയാണെന്നുള്ള നിന്റെ അഹങ്കാരം, അത് നിന്നെ വല്ലാതെ അധപ്പതിപ്പിച്ചു. ഏതു ഭക്തനായാലും ശരി, അഹങ്കാരം ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തിക്ക് യാതൊരുവിധ മൂല്യവും ഇല്ലാതെയാവും. അതുകൊണ്ട് ഭക്തന്റെ ഉള്ളില് അഹങ്കാരം ഉണ്ടാവാൻ ഭഗവാൻ സമ്മതിക്കില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരെ അനുഗ്രഹിക്കാൻ തയ്യാറാവുന്നുവോ ആ സമയം അവർക്കുള്ള സർവസ്വവും ഞാൻ എടുത്തിട്ടേ അവരെ അനുഗ്രഹിക്കൂ. ഭഗവാൻ അനുഗ്രഹിക്കാൻ കാലമാകുമ്പോഴാണ്
കയ്യിലിരിക്കണതെല്ലാം നഷ്ടപ്പെട്ടു പോണതെന്നാണ്. കയ്യിലിരിക്കൊണ്ട് പോകും, അത് വേറൊരു വശം. അല്ലാതെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കാൻ കാലമാവണം. ഉദാഹരണം, ഈ ഭൗതികതയിൽ മുഴുകിയിരിക്കുന്നവൻ ഒരിക്കലും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ നേരമുണ്ടാവില്ല. ഇപ്പൊ നാളെ ഭഗവാൻ പറയും, ഭൗതികമായ ഐശ്വര്യം കൂടുമ്പോ മനുഷ്യൻ എന്നെ മറന്നുപോകും. ഇപ്പൊ നമ്മളൊക്കെ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ഏതാണ്ടൊക്കെ വെച്ചൊരു ഗെറ്റപ്പൊക്കെ ആയപ്പോ അടിത്തട്ടിന്ന് ഒരു 2 സ്റ്റെപ്പ് മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി ഞാൻ ഏതാണ്ടൊക്കെ ആയി, എനിക്ക് എന്തൊക്കെയോ ഉണ്ട്. ഈ ഉള്ളവൻ പറയാറുണ്ട്, എപ്പോഴാണോ ഞാൻ ഏതാണ്ടാണ്, എനിക്ക് ഏതാണ്ടുണ്ട്, ഞാൻ വിചാരിച്ച ചിലതൊക്കെ നടക്കും, ഞാൻ ഇല്ലായിരുന്നേ കാണായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ നാശം തുടങ്ങി. കാരണം അത് നാശത്തിന്റെ തുടക്കത്തിലാണ് ആ മനസ്സിലെ അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടാവുന്നത്. ഒരിക്കലും അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളിൽ ഉണ്ടാവാതിരിക്കണേ നാരായണ എന്ന് പ്രാർത്ഥിച്ചോണം. കാരണം ഈ നാരായണനൊരു കുഴപ്പമുണ്ട്, എത്രമാത്രമായിട്ട് പരീക്ഷിക്കാമോ, എന്തെല്ലാം ഇതിൽ പെടുത്താമോ അതിലെല്ലാം പെടുത്തി അവസാനം വട്ടം കറക്കി ഒരു ഗതിയും പരഗതിയും ഇല്ലാതാക്കി കഴിയുമ്പോഴേ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കാൻ കാലമായപ്പോ സർവസ്വവും തന്നിലേക്ക് സ്വീകരിച്ചു. കാരണം ഇതൊന്നും നിന്റേതല്ല, സർവത്തിനും അധികാരി ഞാനാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായി നിൽക്കുന്ന എന്നിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അതിന്റെ ഒരു അംശത്തെ സ്വീകരിക്കാനുള്ള അവകാശം മാത്രമേ നിനക്കുള്ളൂ. നമ്മൾ മൂടോടെ മനസ്സെടുത്തോണ്ടിരിക്കുക അല്ലേ? ശകലം ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടി അനുഭവിക്കേണ്ട ഈ ഭൂമിയെ നമ്മള് മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുക, സർവസ്വവും നമ്മുടേതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആരുടെയെല്ലാം മാന്താമോ അതെല്ലാം മാന്തി എടുത്തോണ്ടിരിക്കുക. അവസാനം എല്ലാം ഇവിടെ ഇട്ടേച്ചൊരു പോക്ക് പോകേണ്ടി വരും. ഒന്നുമൊന്നുമില്ലാതെ തിരിച്ചു പോകേണ്ടി വരും. ഉടുവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട്, അതും കിട്ടിയാൽ ഭാഗ്യം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ തന്റെ തൃപ്പാദം വെച്ച് ഇന്ദ്രസേനനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഹേ ഇന്ദ്രസേന, ഇന്നു മുതല് നീ മഹാബലി എന്ന പേരിൽ അറിയപ്പെടും. എന്താ കാരണം? തനിക്കെല്ലാം നഷ്ടപ്പെടുമെന്ന് തന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടും ആ ഗുരുനാഥന്റെ വാക്കുകളെ മറന്നുകൊണ്ട് തനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും ശരി തന്റെ സത്യത്തെ പാലിക്കാൻ താൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് അത്ര മഹത്തരമായ ഒരു ബലിയെ, ഒരു ദാനത്തെ, ഒരു ത്യാഗത്തെ ചെയ്തത് കൊണ്ട് നീ ഇന്നു മുതൽ മഹാബലി എന്ന പേരിൽ അറിയപ്പെടും. തന്നെയുമല്ല, നീ സുതലത്തിൽ പോയിരിക്കാം. നമ്മള് മഹാബലി എവിടെ വിട്ടു എന്നാ പറയുന്നേ? പാതാളത്തില്. ഭഗവാൻ മഹാബലിയെ വിട്ടത് സുതലത്തിലേക്കാണ്. എന്നിട്ടോ ഭഗവാൻ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. തന്റെ ഭക്തന് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ ഭഗവാൻ അവിടെ കാവൽ നിന്നുകൊണ്ട് സംരക്ഷിക്കുന്നുണ്ട്. അത്രമാത്രം ഭക്ത വാത്സല്യമുള്ള ഭഗവാൻ മഹാബലിയോട് ഭയങ്കരമായ ചതി കാണിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഓണമാവുമ്പോ കേൾക്കാം, ചതിയനായ മഹാബലിയെ അല്ല, ചതിയനായ വാമനനെ ആരാധിക്കരുത്. ചതിയനാണ് വാമനൻ. പാവമായ മഹാബലി ചക്രവർത്തിയെ ചതിച്ച് സർവസ്വവും അടക്കി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനൻ ആരാധ്യ പുരുഷനല്ല. രാമായണത്തിൽ പറയുന്ന പോലെ കുരങ്ങന്മാർ എന്തറിയുന്നു വിഭോ എന്നു മാത്രമേ അങ്ങനെയുള്ളവരോട് ചോദിക്കാറുള്ളൂ. കാരണം ഭൃഗുകച്ച് എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലാണ്. നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകച്ച് എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലാണ്. അത് ഇന്ന് ബറൂച്ച് എന്നറിയപ്പെടുന്നു. എന്തായാലും ഹൈന്ദവ പുരാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവതാരങ്ങളൊക്കെ വരുന്നതാണല്ലോ, അല്ലേ? ആണോ? വാമനനാണോ ആദ്യം വന്നേ അതോ പരശുരാമനാണോ ആദ്യം വന്നേ? വാമനൻ. കേരളം കണ്ടെടുത്തത് ആരാന്നാ നമ്മുടെ സങ്കല്പം? അത് നിൽക്കട്ടെ, നമ്മുടെ സങ്കല്പം, നമ്മുടെ ഐതിഹ്യം ഇത് പറയുന്നത് ആരും കണ്ടെടുത്തു എന്നാ? പരശുരാമൻ മഴ പറഞ്ഞെടുത്തതാണ് കേരളം.
അപ്പൊ ആ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞെടുത്തതാണെങ്കിൽ അതിനു മുമ്പേ വന്ന് ഇനി പോട്ടെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് വിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ചവിട്ടി താഴ്ത്തി വിട്ടത് വാമനനാണെങ്കിൽ വാമനൻ ചവിട്ടി താഴ്ത്തി വിട്ട മഹാബലി എങ്ങനെയാ അതിനുശേഷം വന്ന പരശുരാമൻ കണ്ടുപിടിച്ച കേരളം ഭരിക്കുന്നത്? ചിന്തി. ആ അതെ, ആ തീർച്ചയായും. അപ്പൊ എന്തായാലും ഒരു കാരണവശാലും ആ ലെവലിൽ നോക്കുമ്പോ മഹാബലിക്ക് കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തന്നെയാണ് അങ്ങനെ ഗുജറാത്തുകാരനാണ്. അന്ന് കേരളം എന്ന സംസ്ഥാനമേ ഇല്ല. എന്നിട്ട് നമ്മൾ പറയണേ എന്താ? ചവിട്ടിപ്പാതാളത്തിലേക്ക് താത്തിയപ്പം തന്റെ പ്രജകളെ കാണാനുള്ള കൊതി കൊണ്ട് മഹാവിഷ്ണുവിന്റെ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചതാ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ എന്റെ കേരളത്തിലെ പ്രജകളെ പോയി കണ്ടോട്ടെ എന്ന് യാചിച്ചു മേടിച്ചു മഹാബലി നമ്മളെ കാണാനായിട്ട് കേരളത്തിലേക്ക് പാതാളത്തിൽ വരുവാന്ന്. എന്നിട്ട് നമ്മള് മഹാബലിയെ കാണിക്കുന്നത് എങ്ങനാ? പുളിക്കാച്ചി പിടിച്ച ഒരു വയറ്, ക്രെയിനെ പൊക്കിയെടുക്കേണ്ട ഒരു ശരീരമുള്ള ഒരുത്തന്, ഒരു കൊപ്പട മീശയൊക്കെ വെച്ച്, ഒരു കിരീടവും വെച്ച്, ഒരു ഓലക്കൊടയും കൈ കൊടുത്ത്, ഒരു മെതിയടി പിടിപ്പിച്ച്, ആരാന്ന്? മഹാബലിയാന്ന്. മഹാബലിയുടെ പുളുക്കാവയറൊന്നും അല്ല. അങ്ങേര് നല്ല യോദ്ധാവാ, ക്ഷത്രിയനാ, യുദ്ധം ചെയ്യുന്നവനാ. അവനെ സംബന്ധിച്ച് ആരോഗ്യ ദൃഢഗാത്രനാണ് മഹാബലി. ഒരിക്കലും ഒരു അസുരൻ പുളുക്കെന്ന് കിടക്കുന്ന വയറും കൊണ്ട് നടക്കൂല. അത് ആദ്യം മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ലാതെ പോയി. അതാണ് ആദ്യത്തെ മണ്ടത്തരം. രണ്ടാമത്തെ മണ്ടത്തരമാണ് ഈ കേരളം കണ്ടുപിടിച്ചത്. ഐതിഹ്യം പറയുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസപ്രകാരം പരശുരാമൻ കണ്ടുപിടിച്ച കേരളം, അതിനു മുമ്പേ വന്ന വാമനമൂർത്തി പറഞ്ഞു വിട്ട മഹാബലി എങ്ങനെ ഭരിച്ചു എന്നുള്ളത് രണ്ടാമത്തെ വിഡിത്തം. എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്കുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ, മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, ഈ ഒരു പാട്ടാണ് നമ്മളെ കുഴപ്പിച്ചത്. മഹാബലി നാട് വാണിയുടെ കാലം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. മാവേലി എന്ന് പറഞ്ഞത് ആരാ? മാവേലി ഈ ഉള്ളവനെ അറിഞ്ഞതും പ്രകാരം ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് ശാസ്ത്രീയമായ അടിത്തറയോ അല്ലെ ഐതിഹ്യമായ അടിത്തറയോ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ അറിവില് എനിക്കത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. പണ്ട് കാലം കേരളം നാട്ടുരാജാക്കന്മാരുടെ ഭരണം കീഴിലായിരുന്നു അല്ലേ? അന്ന് കേരളത്തിലെ ഒരു നാട്ടുരാജാവ് അറിയപ്പെട്ടിരുന്നത് മാവേലി എന്നാണ്. വേറെന്തോ പേരായിരുന്നു. അദ്ദേഹത്തെ പുകഴ്ത്തപ്പെട്ടത് മാവേലി എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള ആരോ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയതാണ് മാവേലി നാട് വാണി. അന്ന് അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് ആ നാട്ടുരാജ്യത്ത് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി എഴുതിയതാണ് മാവേലി നാട് വാണിയുടെ കാലം എന്ന പാട്ട്. അങ്ങനെ ആ ആള് ഭരിച്ച മാവേലി നാടാണ് പിന്നീട് മാവേലിക്കരയായത് എന്നാണ് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത്. ശരിയോ തെറ്റോ, ഇപ്പോഴും ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ചിന്തിച്ചപ്പം അതൊരു ശരിയാവാനുള്ള സാധ്യതയും ഉണ്ട്. അല്ലാതെ കേരളവുമായിട്ട് മഹാബലി എന്ന് പേര് കൊടുക്കുന്നത് പോലും ഭഗവാനാണ്. മഹാബലിക്ക് കേരളവുമായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ല. പിന്നെ നോർത്ത് ഇന്ത്യക്കാർക്ക് ഓണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ കേരളത്തിൽ നിന്ന് ആൾക്കാർ ചെന്ന് അവിടെ ചെന്ന് ആഘോഷിക്കുമ്പോൾ അവരറിയുന്നത് ഇങ്ങനെ ഓണം എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പോലും. അല്ല, അവർക്ക് കേരളത്തിലെ ഓണം എന്ന് അറിയില്ല. പിന്നെന്താ ഈ ഓണവുമായിട്ട് ബന്ധം? ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാണ് ഭഗവാൻ വാമനമൂർത്തി അവതരിച്ചത്.
ആ അവതാര നക്ഷത്രമാണ് തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണം. അത് ഭഗവാന്റെ അവതാര ദിനമായിട്ട് ആഘോഷിച്ച കാലം. പിന്നെ കൂടുതൽ കാർഷിക വിളകളൊക്കെ എടുക്കുന്നതൊക്കെ ഒരു കാലമാണ് ചിങ്ങമാസം. ഇതെല്ലാം കൂടെ ചേർത്ത് ആ തിരുവോണം എല്ലാവരും കൂടി ആഘോഷിക്കുന്നു എന്നുള്ളതല്ലാതെ മഹാബലിയും തിരുവോണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി മറ്റൊന്നുകൂടി പറയാം. നമ്മൾ പണ്ട് കാലത്ത് പൂക്കളം ഇടുമായിരുന്നു, ഇല്ലേ? ഇടുമായിരുന്നോ? അതിന്റെ നടുക്കൊരു രൂപത്തെ നമ്മൾ സൃഷ്ടിച്ചു വെക്കും, ഇല്ലേ? ഏത് സങ്കല്പത്തില? അല്ല, വേറൊരു പേര് പറയതിന്. ഓണത്തപ്പൻ. അത് ഏതപ്പനായിട്ടാ കൽപ്പിക്കണത്? തൃക്കാക്കര അപ്പൻ. തൃക്കാക്കര ഇരിക്കണത് മഹാബലിയാണോ വാമനനാണോ? വാമനനാ. പിന്നെ എങ്ങനെയാ ഈ മഹാബലിയെ സ്വീകരിക്കുന്നത്? അപ്പൊ വിവരക്കേട് പറയുന്നവര് അതിര് വേണ്ടേ? വേണോ വേണ്ടയോ? പിന്നെ നമുക്ക് പറ്റിയൊരു ഗുണം എന്താ വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾ കുലിക്കാൻ സമ്മതിക്കും. കാരണം നമ്മുടെ തലച്ചോറ് ചിന്തിക്കത്തില്ലല്ലോ. കാരണം നമുക്ക് നമ്മുടെ പുരാണങ്ങൾ അറിയില്ല, നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ഒന്നുമില്ലാത്തതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതാണ് ശരി എന്ന ധാരണയിൽ നമ്മൾ കൈയടിച്ചു വിടും. അതുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ പടച്ചു വിട്ട് നമ്മളെ വഴിതെറ്റിക്കാൻ ഉണ്ടാക്കിയ ഒരു കഥയാണ് ഈ മഹാബലി എന്നുള്ള കഥ. അല്ലാതെ കേരളവുമായിട്ട് മഹാബലിക്ക് ഒരു ബന്ധവുമില്ല, ഉണ്ടാവാനും സാധ്യതയില്ല. നീ മറ്റൊന്നുകൂടി, എന്തുകൊണ്ട് മഹാബലിയെ പിന്നെ ഓണത്തിന് സ്മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നൃസിംഹാവതാരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആരെ സ്മരിക്കണം? പ്രഹ്ലാദനെ സ്മരിക്കും. എന്നതുപോലെ വാമന അവതാരത്തിനൊരു കാരണക്കാരനായത് ഈ ഇന്ദ്രസേനൻ എന്ന മഹാബലി ആയതുകൊണ്ട്, ഭഗവാന്റെ പരമഭക്തനായതുകൊണ്ട് തന്നെ ഭഗവാനെ സ്മരിക്കുമ്പോ കൂടെ ആരെയും സ്മരിക്കും? ഭക്തനെ കൂടി സ്മരിക്കും എന്നുള്ളതല്ലാതെ കേരളക്കരയിലെ ഓണാഘോഷവുമായിട്ട് മഹാബലിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി വരുന്ന ഓണത്തിനെങ്കിലും, ഇനിയിപ്പോ വലിയ നാളൊന്നുമില്ല, ഓണത്തിനുണ്ടോ? ഇപ്പൊ മേടമാസം, ഇടവം, മിഥുനം, കർക്കിടകം 3 മാസം കൂടെ കഴിഞ്ഞാൽ ചിങ്ങമാസമായി ഓണം ആഘോഷിക്കും. ആരും മഹാബലിക്ക് ഇലയിട്ട് ഊണ് വിളമ്പരുത്. പിന്നെ അതല്ല സ്വാമി, ഞങ്ങൾ അസുര കുഞ്ഞുങ്ങളുടെ മൂത്ത സാധനം, അതുകൊണ്ട് ഞങ്ങൾ മഹാബലിക്ക് കൊടുക്കും എന്നുള്ളവർ കൊടുത്തുള്ള ഒരു വിരോധവും ഇല്ല. പക്ഷേ മഹാബലിയും തിരുവോണവും കേരളത്തിലെ തിരുവോണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് മഹാബലിക്ക് ചോറ് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോളൂ. കാരണം ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിട്ടല്ലേ ഓരോരുത്തരെ സ്വീകരിക്കും, ഇല്ലേ? അങ്ങനല്ലേ? അസുരന്മാരെപ്പോഴും ആരെ സ്വീകരിക്കുള്ളൂ? അസുരന്മാരെ തന്നെ സ്വീകരിക്കുള്ളൂ. ദേവന്മാരെ സ്വീകരിക്കും, മനുഷ്യനെ സ്വീകരിക്കും. അത്രയ്ക്കുള്ള വ്യത്യാസമുണ്ട്. അല്ല, പരശുരാമനെ തടയാൻ പറ്റില്ലല്ലോ. കാരണം പരശുരാമനാണ് കണ്ടെത്തിയത് എന്ന് നമ്മുടെ ഒരു ഐതിഹ്യം പറയാനുള്ളിടത്തോളം കാലം. അദ്ദേഹത്തിന്റെ പരിശോധന ആയുധം കൊണ്ടാണ് വെട്ടി നിരത്തി എല്ലാം റെഡിയാക്കി വാസയോഗ്യമാക്കി തന്നത്. അത് ഞാനതാ പറഞ്ഞേ. അപ്പൊ കേരളവുമായിട്ട് എന്തായാലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവതാര പുരുഷനാണ് ആര്? പരശുരാമൻ എന്ന് ചിന്തിക്കാം നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇവിടെ വാമനമൂർത്തിയുടെ അവതാരം നടക്കുന്നത് ഭൃഗുവച്ചിലാണ്, അല്ലാതെ കേരളത്തിലല്ല. പിന്നെ പൂർവികരായിട്ടുള്ള ആൾക്കാർ കേരളത്തിലേക്ക് വന്നപ്പോ അവരുടെ ആരാധനാമൂർത്തിയായിരുന്നു വാമനമൂർത്തി. അങ്ങനെ വന്നതാണ് കേരളത്തിൽ വാമനമൂർത്തിയുടെ ഈ സങ്കല്പം. ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ പോണത് എന്ന് മാത്രം. പിടികിട്ടിയോ? അതുകൊണ്ട് ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് മഹാബലിയെ സ്വീകരിക്കുന്ന ആളല്ലേ, മഹാബലിയാണ് ഓണത്തിന് ആധികാരികത എന്ന് ചിന്തിച്ച് നമ്മൾ നമ്മുടെ ബുദ്ധിയെ കെടുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിർത്താം. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൊഴിയാൻ തുടങ്ങി. ഇനി കൂടുതൽ പറയാൻ നിന്നാൽ പൊഴിച്ചിൽ കൂടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ഇനി നിർത്താം.